തുടരുക. കെ അനിൽകുമാർ CPM സംസ്ഥാന സമിതി അംഗം നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, മാതാ അമൃതാനന്ദമയി എന്ന വ്യക്തി ആൾദൈവമാണെന്നും അവർക്കെതിരെ കൃത്യമായ നിലപാടുകൾ മുൻകാലങ്ങളിലും എടുത്തിട്ടുണ്ട് CPM. പ്രത്യേകിച്ച് കൈരളി TVയുടെ അഭിമുഖമടക്കം ഈ ഘട്ടത്തിൽ നമുക്ക് പരാമർശിച്ചു പോകാം. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർക്കൊരു സ്വീകരണം നൽകണമെന്നത് ആലോചനയായത്? ഇതൊരു സർക്കാർ പരിപാടിയാണോ? അതിനപ്പുറം ഇത് പാർട്ടി തലത്തിലുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണോ രണ്ട് മന്ത്രിമാർ അവർക്ക് ഇന്ന് ആദരം നൽകാൻ പോകുന്നത്? അല്ല, നേരത്തെ തന്നെ ഒരു വ്യാജവാർത്ത കേരളത്തിൽ പ്രചരിച്ചിരുന്നു. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്നൊരു വ്യാജവാർത്ത കേരളത്തിൽ പ്രചരിച്ചിരുന്നു. ആ വ്യാജവാർത്തയുടെ അവസ്ഥകൾ ഇപ്പൊ എന്തായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ വ്യാജവാർത്തയിലും പ്രതികരിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതെല്ലാം സത്യമാണെന്ന് കരുതി അവസാനം അത് കെട്ടിച്ചമച്ച വാർത്തയായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും ഒരേ സമയം. ഇപ്പോൾ ഇത് വീണ്ടും സർക്കാർ ഒരു സ്വീകരണം കൊടുക്കാൻ പോകുന്നു. സർക്കാർ അത്തരമൊരു തീരുമാനം എടുക്കില്ല. ഏതെങ്കിലും സ്ഥാപനങ്ങൾ നിയമാനുസരണം പ്രവർത്തിക്കുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് നിയമാനുസരണം പിന്തുണ നൽകുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് സർക്കാർ നയം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായമുണ്ട്. പക്ഷെ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭരണത്തിന്റെ ഭാഗമായി ജനാധിപത്യപരമായി ഓരോരുത്തർക്കുമുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ, അതോടൊപ്പം തന്നെ അത്തരം ആളുകളെ ആദരവോടെ കാണേണ്ട ഒരു സമൂഹത്തിനകത്ത് ആ ആദരവ് നൽകുക ഇത് സർക്കാരിന്റെ ഭാഗമാണ്. സർക്കാർ അതിനൊന്നും മടിച്ചു നിൽക്കാറില്ല. അത് ഏതെങ്കിലും ഹിന്ദു മതമെന്നോ മറ്റു മതങ്ങളെന്നോ വ്യത്യാസം ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അയ്യപ്പ സംഗമത്തിന് ശേഷം എത്തിയത് അടൂരിലായിരുന്നു. ഏത് പരിപാടിയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അതിന്റെ ഭാഗമായ സംവിധാനങ്ങൾ പൊതുവായി നടത്തുന്ന പരിപാടികൾക്കൊപ്പം സർക്കാരും മന്ത്രിമാരും പങ്കെടുക്കുന്നത് പുതിയ കാര്യമല്ല. അത് അമൃതാനന്ദമയോടത്തോടും യാതൊരു അനർഹതയും അക്കാര്യത്തിലില്ല. മുമ്പ് കൈരളി TVയിൽ ഒരു ഇന്റർവ്യൂ വന്നു എന്നുള്ളതാണ് നിങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് ഉയർന്നു വരുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യത്തെ ഇപ്പോൾ നിങ്ങൾ എടുത്തുയർത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ എങ്ങനെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങളുടെ ഇന്ത്യയുടെ ഭാഗമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആൾദൈവങ്ങളോട് പ്രത്യേകിച്ച് അതല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയിയോട് CPM നേതാക്കൾക്ക് മുൻകാലങ്ങളിൽ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആൾദൈവങ്ങൾ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു ചൈതന്യം ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നത് സാധാരണഗതിയിൽ ഉണ്ടാവുന്നതല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എക്കാലത്തെ നിലപാട്. അതേസമയം ഒരു ആത്മീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് മാതാ അമൃതാനന്ദമയി മഠം ഇവിടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ ഭാഗത്ത് ഭൗതികമായി അവരുടെ വിവിധ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ നിയമപരമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാർ സംവിധാനം അതിലിടപെടും. നിയമപരമായി അവർ ചെയ്യുന്ന കാര്യത്തിന് പിന്തുണയും നൽകും. ഇതാണ് സർക്കാർ നയം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പൊതുവായുള്ള സമ്മതിയുള്ള വിഷയങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് സർക്കാരും ഗവൺമെന്റും പാർട്ടിയും മന്ത്രിമാരും ആഗ്രഹിക്കുന്നത്. അതാണ് നടപ്പാക്കുന്നത്. ഇപ്പം അവർ മന്ത്രിമാരാണെങ്കിലും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ്. ഇവർ ഈ പരിപാടിയിൽ അമൃതാനന്ദമയെ ആദരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവർക്കൊരു അംഗീകാരം നൽകൂടിയതാണ്. അതായത് അവർ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കലല്ല ഈ ആദരം. അങ്ങനെയാണോ ഇതിനെ വിശദീകരിക്കുക? അല്ല, നമ്മൾ ഒരാളെ ആദരിക്കുന്നത് കൊണ്ട് ജീവിതം മുഴുവൻ ആദരിക്കുന്ന ആളുകളെല്ലാം നാളെ മുതൽ ഞങ്ങൾ പറയുന്ന പോലെ ജീവിക്കണമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ സമൂഹത്തിനകത്തൊരു വിഷയത്തിനകത്ത് ഉയർന്നു വന്നാൽ അതിൽ ആദരവുണ്ടാവും. ഇപ്പോൾ സ്പോർട്സ് താരത്തെ ആദരിക്കും. ഭാവിയിലെ സ്പോർട്സ് താരം വേറൊരു വിഷയത്തിൽ പിടിയിൽപ്പെട്ടാൽ ഉടനെ നിങ്ങൾ ആദരിച്ച് തെറ്റിപ്പോയി എന്ന് പറയുന്നു. ഓരോ മേഖലയിലും ആ കാലഘട്ടത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നവരെ ആദരിക്കും. അവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിയമപരമല്ലാതെ വന്നാൽ അതിന് അവരുത്തരം പറയുകയും പോവുക എന്നുള്ളതല്ലാതെ ആദരിച്ചവർ കുറ്റവാളികളാകുമെന്ന് ഞങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു റിലീസിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആദരം എന്ന് തന്നെയാണ്. രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നു, അവരെ ആദരിക്കുന്നു. വൈകിട്ട് അമൃതപുരിയിലെ പരിപാടി, ക്യാമ്പസിൽ നടക്കുന്ന പരിപാടി എന്നതാണ്. അപ്പോൾ ഇതിൽ സർക്കാരിനോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ നേരിട്ടൊരു പങ്കുമില്ല. ഇതൊരു മറ്റൊരു സംഘടനയുടെ പരിപാടി, അങ്ങനെയാണോ വിശദീകരിക്കുന്നത്? അല്ലല്ല, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും അതിന്റെ ചുമതലക്കാരും ഈ സമൂഹത്തിനകത്ത് നിലനിൽക്കണം, ആദരിക്കപ്പെടണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ആദരവല്ലത്. ആ വ്യക്തി നൽകിയ സംഭാവനയ്ക്കുള്ള ആദരവാണ്, ആ വ്യക്തിക്കുള്ള ആദരവാണ്. അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഭാരം ഏറ്റുവാങ്ങുന്ന ആദരവല്ലത്. അതുകൊണ്ട് തന്നെ
100% നമ്മൾ ഇക്കാര്യത്തിൽ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ചേർത്ത് പിടിക്കുക, പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നതാണ് സർക്കാർ നയം. അത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു തരത്തിലും ആരെയും അനാദരിക്കുക എന്നത് സർക്കാർ നയമല്ല. അല്ല, ഇത് പറയുമ്പോഴും നിങ്ങൾ ഈ നല്ലത് ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കിടയിലെ തിന്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്നു എന്നതായിരുന്നു മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാട്. NSS ആവട്ടെ, NSSനോട് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഈ സർക്കാരിന് ഇപ്പോഴും കാണും, കമ്മ്യൂണിസ്റ്റ് താങ്കളടക്കമുള്ള നേതാക്കൾക്ക് കാണും. പക്ഷേ അതൊന്നും നിങ്ങൾ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. ഇപ്പോൾ SNDP ആവട്ടെ, NSS ആവട്ടെ, ഇപ്പോൾ അമൃതാനന്ദമേ മഠമാവട്ടെ, ഇവരെയൊക്കെ ചേർത്ത് നിർത്തുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന ആക്ഷേപം വളരെ കൃത്യമല്ലേ അത്? കൃത്യമായിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് എല്ലാ മതവിശ്വാസികൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. അത്രയേറെ നമ്മുടെ രാജ്യത്തിനകത്ത് വർഗീയത പിടിമുറുക്കിയിരിക്കുന്നു. നിങ്ങളിന്ന് കണ്ടൊരു വാർത്ത കണ്ടോ? മലേഗാവിൽ ബോംബ് സ്ഫോടനത്തിലെ കേസിലെ പ്രതി കേണലായി മാറിയിരിക്കുകയാണ്. അവിടുന്ന് RDX ചോർത്ത് കൊണ്ടുവന്ന് മുമ്പ് വെച്ച് ആളുകളെ കൊന്ന വ്യക്തി ഇന്ന് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. വർഗീയ കലാപങ്ങളില്ലാത്ത ഇന്ത്യയിലെ അപൂർവ സ്ഥലങ്ങളിൽ നിന്നാണ് കേരളം. അത്തരമൊരു ഭാവം ഈ കേരളത്തിനുണ്ട്. അത് നിലനിർത്താൻ വേണ്ടി ചേർത്ത് പിടിക്കൽ തന്നെയാണ് നയം. മതരാഷ്ട്രീയക്കാരോടും അതുപോലെ തന്നെ വർഗീയ ശക്തികളോടും സന്ധിയില്ല. അതൊഴിച്ചുള്ളവരെ ചേർത്ത് പിടിക്കലാണ് നയം. അതിൽ മതഭേദമുണ്ട്. ശരി അനിൽകുമാർ, പക്ഷേ നിങ്ങളുടെ ഈ വാദത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് സുപ്രഭാതം ദിനപത്രം എഴുതിയ ലേഖനം താങ്കൾ വായിച്ചു കാണുമല്ലോ. അതിൽ അങ്ങേയറ്റം ആശങ്കയാണ്. സർക്കാർ കൈവിട്ട കളിയാണ് കളിക്കുന്നത് എന്നതാണ് പറയുന്നത്. ഒന്ന്, യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു. 2, അയ്യപ്പ സംഗമം നടത്തി. അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള കൈവിട്ട കളിക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്ന് സമസ്തയുടെ മുഖപത്രം പറയുകയാണ്. നിങ്ങളെ അവർ കൈവിട്ട് കഴിഞ്ഞു. അവിടെയാണ് ഈ സമസ്തയും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? ബാവൂർ സ്വാമി അയ്യപ്പന്റെ കാവലാളാണ്. അതാണ് ബാവൂർ സ്വാമിയുടെ യഥാർത്ഥ നില. അതെങ്ങനെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സംഭവമാകുന്നത്? ബാവൂർ സ്വാമിയെ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ് ശബരിമലയിലുള്ളത്. അതിന് വ്യത്യസ്തമായി ബാബൂരിനെ പ്രതിഷ്ഠിക്കാനാണ് RSS വരുന്നത്. അപ്പൊ നിങ്ങൾ ബാബർക്കൊപ്പമോ ബാബൂരിനോടൊപ്പമോ? സമസ്തയ്ക്ക് അതിൽ മറുപടി പറയാം. ബാബരെ സമസ്ത അംഗീകരിക്കുന്നുണ്ടോ? ബാബർ ഉൾപ്പെടെയുള്ള ശബരിമലയാണ് NSS പിന്തുണച്ചത്. അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ഒരു മഹത്തായ മാനവിക ഐക്യത്തിന്റെ തത്വമസിയുടെ ഇടമാണ്. അതൊരു ഹിന്ദുമത ക്ഷേത്രമാക്കാനും ബാബൂരിനെ കൊണ്ടുവരാനും RSS നോക്കുന്നു. ഞങ്ങൾ അതിനെതിരാണ്. ഈ തർക്കത്തിനകത്ത് സമസ്തകളുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. അഭിപ്രായം പറയുന്നതുകൊണ്ട് ലോകാവസാനമല്ല. വിവാദം നടക്കട്ടെ. ഞങ്ങൾ ബാബർ സ്വാമി ഉൾപ്പെടെയുള്ള അയ്യപ്പ സങ്കേതം എന്ന നിലയ്ക്ക് ശബരിമലയെ സംരക്ഷിക്കാൻ സർക്കാർ ഏതറ്റം വരെയും കഴിയും. അത് സർക്കാർ നിലപാടാണ്, അത് വർഗീയ നിലപാടല്ല. ശ്രീ അനിൽകുമാർ, ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഒരു കാര്യം കൂടി, ഈ മുൻകാലങ്ങളിൽ ഇപ്പോൾ പലസ്തീൻ വിഷയങ്ങളിലടക്കം അത് ഏറ്റെടുത്തുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ കൃത്യമായ ടാർഗറ്റഡ് മൂവ്മെൻറ്റുകൾ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല. അന്ന് മാത്രമല്ല, മറുവശത്ത് നിങ്ങൾ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ സജീവമായി നിർത്തുകയും ചെയ്തു. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി അല്ല എന്ന് എങ്ങനെ പറയാനാവും? ഇതൊരു ബോധപൂർവമായൊരു തന്ത്രം തന്നെയല്ലേ? ഇതൊരു ആലോചിച്ചുറപ്പിച്ച നീക്കം തന്നെയാണോ CPM നടത്തുന്നത്? അതെ, ഒന്ന് പലസ്തീൻ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം പ്രശ്നമാണെന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. പലസ്തീൻ പ്രശ്നം ദേശീയതര പ്രശ്നമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പലസ്തീനെ അംഗീകരിച്ച് എന്തിനാ? ഒരു മുസ്ലിം രാജ്യമായിട്ടാണോ പലസ്തീനെ അംഗീകരിച്ചത്? ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയ്ക്കല്ലേ പലസ്തീനെ അവർ അംഗീകരിക്കുന്നത്? ഫ്രാൻസ് അംഗീകരിച്ച് എങ്ങനെയാണ്? അത് മുസ്ലിം പ്രശ്നമാണെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ശക്തികളുമാണ്. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. 2, കഴിഞ്ഞ ദിവസം 23-ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ പലസ്തീൻ ഐക്യദാർഢ്യ ദിനം സംഘടിപ്പിച്ചത് LDF ആണ്. ഞാൻ കോട്ടയത്തെ പരിപാടിയിൽ പങ്കെടുത്തു. തൃശ്ശൂരിൽ 24-നാണ് ആ പരിപാടി നടന്നത്, അഴീക്കോട് ദിനം പ്രമാണിച്ച്. ബാക്കി 13 ജില്ലകളിലും പലസ്തീൻ ദിനം നടന്നത് LDF ആണ്. CPM മാത്രമല്ല, LDF കൂട്ടായി പലസ്തീൻ ദിനം ആചരിച്ച് കണ്ണിൽപ്പെടാതിരിക്കുക. കോഴിക്കോട് പലസ്തീനുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടി CPM തന്നെ മുന്നേ എടുത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഒക്ടോബർ 2-ന് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വ്യാപകമായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പലസ്തീൻ പ്രശ്നം മതപ്രശ്നമാണെന്ന് പറയുന്ന RSS ആണ്. ഞങ്ങൾ RSSന്റെ രാഷ്ട്രീയത്തിനെതിരാണ്. ജമാഅത്തെ ഇസ്ലാമിയും അത് മതപ്രശ്നമായി കാണുന്നു. ഞങ്ങൾ ആ മതരാഷ്ട്രീയത്തിനെതിരാണ്. അതാണ് യാഥാർത്ഥ്യം. ദയവായി താങ്കൾ തിരക്കല്ലെങ്കിൽ ഒന്ന് തുടരണം. സന്ദീപ് വാര്യർ